ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം വീടെന്ന സ്വപ്നം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് ഷീജ. മൈലക്കര ആടുവള്ളിയിലാണ് ഷീജയ്ക്ക് വീടൊരുങ്ങിയത്. സ്വന്തം വീട്ടിലേക്ക് പാല് കാച്ചി കയറുമ്പോൾ നിറവേറുന്നത് ഷീജയുടെയും കുടുംബത്തിൻ്റെയും ജീവിതാഭിലാഷമാണ്. കൂലിപ്പണിക്കാരനായ ഭർത്താവ് ബിനുവും അമ്മ രാജമ്മയും മകൻ ബിൻഡോയ്ക്കും ഈ തണലിൽ ഇനി അന്തി ഉറങ്ങാം. എനിക്ക് വീടില്ലാതെ ഒരുപാട് നാൾ ഇല്ലാതിരുന്ന അവസരത്തിൽ ഞാൻ ഒരുപാട് പഞ്ചായത്തിലും ഓഫീസിലും എല്ലായിടും ഞാൻ അപേക്ഷ കൊടുത്തിട്ട് വീടില്ലാതെ കിട്ടാതിരുന്ന അവസരത്തിൽ എനിക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് എനിക്കൊരു വീടിത്രത്തോളം എനിക്കൊരുക്കി തന്നതിന് അവർക്ക് എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഒരു വീടിനായി പലതവണ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി. അങ്ങനെ എൻ്റെ വീട് പദ്ധതിയിലും അപേക്ഷിക്കുകയായിരുന്നു. മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ വീട് വെച്ചു കൊടുക്കാൻ ഏറ്റെടുത്തുകൊണ്ടുള്ള ദൗത്യം അവർ ഏറ്റെടുക്കുകയും വളരെ മനോഹരമായ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുവാൻ കഴിഞ്ഞതിൽ എൻ്റെ ബാവോട് വാർഡിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. മാതൃഭൂമി സീനിയർ ടെക്നിക്കൽ മാനേജർ ആർ ബിജുമോഹൻ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചേർന്ന് ഷീജയ്ക്ക് താക്കോൽ കൈമാറി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.